ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് GST, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, GST ആദ്യമായി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ STയുടെ ലാസ്റ്റ് ടൈമിലുള്ള എക്സാമിൻ്റെ സിലബസ് കാണുമ്പോൾ വളരെ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ എന്താ പറയുക, കീറാമുട്ടിയാണോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് GST ഒരിക്കലും ഒരു കീറാമുട്ടിയല്ല, അല്ലെങ്കിൽ ടഫല്ല. നമ്മുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഫ്രം ബേസിക്സ് ആണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് ഓൾവേസ് റിമെമ്പർ, നമ്മൾ സ്വപ്ന ജോലിയിലേക്കാണ് മുന്നേറുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ PSC സ്ട്രക്ചേർഡുമായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് GSTയുടെ ഡെഫിനിഷൻ നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ കോംപ്രിഹെൻസീവ് multi-stage destination-based tax that is levied on every value addition. GST എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ടാക്സ് സിസ്റ്റമാണ്. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GSTയിൽ ഓൾമോസ്റ്റ് ഓൾ ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബിഫോർ ഇംപ്ലിമെൻറ്റിങ് GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒത്തിരി ഇൻഡയറക്റ്റ് ടാക്സസ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പല പേരുകളിലായി ചുമത്തിയിരുന്നു. അതിന് പകരം ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിങ് GST നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു GSTയിലൂടെ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ടാക്സ് റിഫോമാണ് GSTയിലൂടെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ GST ഈസ് എ കോംപ്രിഹെൻസീവ് ടാക്സ് സിസ്റ്റം. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മൾട്ടി സ്റ്റേജ് ആയിട്ടാണ്, പല സ്റ്റേജസ് ആയിട്ടാണ് GST ചാർജ് ചെയ്യപ്പെടുന്നത് ഒരു സപ്ലൈ ചെയിനിലെ. അതായത് ഫ്രം മാനുഫാക്ചറിങ് സ്റ്റേജ് മുതൽ ഹോൾസെയിൽ, റീറ്റെയിൽ ആൻഡ് ഫൈനൽ സെയിൽ, അങ്ങനെ ഓരോ സ്റ്റേജസിലും GST ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഇത് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഏത് സ്റ്റേറ്റിലാണോ പ്രൊഡക്ഷൻ നടത്തിയിരുന്നത് ആ സ്റ്റേറ്റിനാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നത്. അതേസമയം ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിങ് GST ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ട് തന്നെ ഏത് സ്റ്റേറ്റിലാണോ കൺസംഷൻ നടക്കുന്നത് ആ സ്റ്റേറ്റിനാണ് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ദെൻ ദാറ്റ് ഈസ് ലെവിഡ് ഓൺ എവരി വാല്യൂ അഡീഷൻ. ഇത് ലെവി ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യപ്പെടുന്നത് എവരി വാല്യൂ അഡീഷൻ സ്റ്റേജിലാണ്. വാല്യൂ അഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കതൊരു എക്സാമ്പിളിലൂടെ പറയാം. എ ഫാർമർ സെൽസ് വീറ്റ് ഫോർ ₹100. ഒരു ഫാർമർ ഗോതമ്പ് 100 രൂപയ്ക്ക് വിൽക്കുന്നു. ഒരു ഫ്ലോർ മില്ല് എന്ത് ചെയ്യാണ്, അത് കൺവേർട്ട് ചെയ്തിട്ട് മാവാക്കി മാറ്റുന്നു. എന്നിട്ട് എന്താണ്, അത് 150 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ആ ഫൈനൽ എമൗണ്ട് 150 മൈനസ് 100, ആ 50 റുപ്പീസാണ് വാല്യൂ ആഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. GST ചാർജ് ചെയ്യപ്പെടുന്നത് ആ 50 രൂപയിന്മേൽ മാത്രമാണ്, ആ വാല്യൂ ആഡഡിന്മേൽ മാത്രമാണ് GST ചാർജ് ചെയ്യപ്പെടുന്നത്. GSTയുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ഡെഫിനിഷൻ പറയാം. GST ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് വിച്ച് ഈസ് ലെവിഡ് ഓൺ എവരി വാല്യൂ അഡീഷൻ. അതുകൂടാതെ GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി നമ്മുടെ ഒരു കൺട്രിയെ യൂണിഫൈഡ് കോമൺ മാർക്കറ്റിലേക്ക് GST നയിക്കുന്നു. GSTയുടെ എയിം അതാണ്. ഇനി ഐഡിയോളജി എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നുള്ളതാണ് GSTയുടെ ഐഡിയോളജി. ഓക്കെ, MCQ പാർട്ട് 3 വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബയോ കോമേഴ്സ് മെൻറ്റർ നീന.